സ്തോത്രഗീതത്തിൻ രാത്രി, ആത്മത്യാഗത്തിൻ രാത്രി, പാദക്ഷാളന രാത്രി, പാപമോചന രാത്രി. രക്ഷതൻ അത്താഴമേകുന്ന പരിപാവനമായ രാത്രി. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഇന്ന് ദിവ്യ മനോഹര പെസഹ. നമുക്ക് അത്താഴങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്, പക്ഷേ വിശപ്പടക്കുന്ന അപ്പം നാം കൊടുക്കുന്നില്ല. ഒരുപാട് സ്മരണീയ മുഹൂർത്തങ്ങളുണ്ട്, പക്ഷെ ഓർമ്മയിലൊന്നും തങ്ങുന്നില്ല. ലൂക്ക 22:19 അവിടുന്ന് എൻ്റെ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു, 22:19, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എൻ്റെ കൈകൾ കൊണ്ട് മെനഞ്ഞ അപ്പമല്ല, എന്നെ തന്നെ. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഉണ്ടാക്കി എടുത്ത ഒരു ഭാവന സൃഷ്ടിയല്ല, എന്നെ തന്നെ ഞാൻ മുറിച്ചു നൽകുന്നു. നിങ്ങൾക്ക് തിന്നാൻ തരുന്ന അപ്പം എൻ്റെ ജീവിതമാണ്, എൻ്റെ ശരീരമാണ്. അത് നിങ്ങൾ ഓർത്തേ പറ്റൂ. ഇനി ആ ഓർമ്മ നിലനിൽക്കണമെങ്കിൽ നിങ്ങളും ഞാൻ തന്നതുപോലെ വെറുതെ കൈകൊണ്ട് കുഴച്ച് അപ്പം തരികയല്ല, മിഠായി തരികയല്ല, തന്നെ കൊടുക്കണം. അപ്പൻ അപ്പമായി മാറണം. അപ്പം ഓർമ്മയിൽ നിൽക്കും. നമ്മളെ കൊടുത്തവരാരും നമ്മളെ മറക്കില്ല. ചങ്ക് കൊണ്ട് അത്താഴം വിളമ്പിയതൊന്നും ആരും മറക്കില്ല. നമ്മുടെ ശൂന്യമയാർന്ന ഹൃദയം ശൂന്യമാകാതെ ജീവന്റെ അപ്പം കൊണ്ട് പ്രാണബന്ധങ്ങളെ ഊട്ടാൻ ഈ പെസഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹൃദയതലം ശൂന്യമാകാതിരിക്കാൻ കൈകൊണ്ടുണ്ടാക്കിയ അപ്പമല്ല, കരൾ തന്നെ കൊടുക്കാൻ ഒരു തരി വാശി, അതാണ് പെസഹ. ആമേൻ. ആമേൻ. ആമേൻ.